നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. 2024 പോയി മറയുകയാണല്ലോ. ഇനി 5 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഈ വർഷം നമ്മെ വിസ്മയിപ്പിച്ച ഒരു പിടി യുവതാരങ്ങൾ ഫുട്ബോൾ ലോകത്തുണ്ട്. വിനിയാണെങ്കിലും ലാമിൻ യമാലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോഴും ഈ പ്രായത്തിലും തങ്ങളുടെ മികവ് അതുപോലെ തുടരുന്ന രണ്ട് മഹാരഥന്മാരില്ലേ, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. മെസ്സിയേക്കാൾ പ്രായമുണ്ട് റൊണാൾഡോക്ക്. അദ്ദേഹം 40 ഇതാ അടുക്കുന്നു. ഇനി 2 മാസം തികച്ചില്ല അദ്ദേഹത്തിന് 40 വയസ്സാവാൻ. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗോളടി മികവിന് ഒട്ടും കുറവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രണ്ടുപേരുടെയും 2024 എങ്ങനെയുണ്ടായിരുന്നു നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 2024 51 കളികളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചത്. 43 ഗോളുകളും 7 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചിട്ടുണ്ട്. അതേസമയം ലിയോ മെസ്സി 36 മത്സരങ്ങളാണ് കളിച്ചത്. ഇടയ്ക്കിടയ്ക്ക് പരിക്ക് അദ്ദേഹത്തെ അലട്ടിയ ഒരു വർഷമാണ്. 29 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. സോ 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നെങ്കിൽ ഇപ്പോൾ ലിയോ മെസ്സിയുടെ ഭാഗത്തു നിന്ന് 47 ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട് എന്നർത്ഥം. പതിവ് പോലെ തന്നെ ഗോളടിയിൽ മുന്നിൽ ക്രിസ്ത്യാനോ ആണെങ്കിൽ അസിസ്റ്റിൽ മുന്നിലുള്ളത് ലിയോ മെസ്സിയാണ് എന്നർത്ഥം. കൃത്യമായി നമ്മൾ നോക്കിയാൽ മെസ്സി 36 മത്സരങ്ങൾ, 29 ഗോളുകളും 18 അസിസ്റ്റുകളും. നമുക്ക് അദ്ദേഹത്തെ ഒരു ഒറ്റ വാക്കിൽ അങ്ങ് വിശേഷിപ്പിച്ചാൽ എലഗൻസ് റീഡിഫൈൻഡ് എന്ന് പറയാം. അതേസമയം മറുഭാഗത്ത് CR7 51 മത്സരങ്ങൾ, 43 ഗോളുകൾ, 7 അസിസ്റ്റുകൾ. എ റിലൻലെസ് മെഷീൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ കിരീടങ്ങളുടെ കണക്ക് കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024 ലിയോ മെസ്സി ക്ലബിനൊപ്പവും രാജ്യത്തിനൊപ്പവും ഓരോ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു, കഴിഞ്ഞില്ല. ക്ലബിനൊപ്പം സപ്പോർട്ടേഴ്സ് ഷീൽഡ്, അതായത് MLS റെഗുലർ സീസണിലെ വിന്നേഴ്സിനുള്ള ഷീൽഡാണ്. സപ്പോർട്ടേഴ്സ് ഷീൽഡും അദ്ദേഹം സ്വന്തമാക്കി. അതേസമയം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അൽ നസറിനൊപ്പമോ പോർച്ചുഗീസ് ദേശീയ ടീമിനോടൊപ്പമോ 2024 ക്രിസ്ത്യാനോക്ക് കിരീടങ്ങളൊന്നുമില്ല. എങ്കിലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. രണ്ടുപേരും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.